അരിയിലൊക്കെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വണ്ടൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. നെക്സ്റ്റ് ഇതിലോട്ട് ഇടക്കാം. ഇനി നമ്മൾ ഇതേപോലത്തെ സ്ലൈഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ലൈഡ് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. കാരണം ഇത് നമ്മൾ കുത്തുന്ന ചെറിയ ഹെയർ പിന്നാണ്. നമ്മൾ മുല്ലപ്പൂവൊക്കെ വെക്കുന്നതിനായിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മുടെ വീട്ടിലിതുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ചെറിയ സൈസ് ഹെയർ പിൻ എടുക്കുക. എന്നിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ അരിപ്പൊടി അങ്ങനെയുള്ള പൊടിമാവുകളൊക്കെ കവറുകളിൽ വരുമ്പോഴത്തേനും അത് പൊട്ടിച്ചിട്ട് ബാക്കി ഇതേപോലെ ഇരിക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് ഈ പിന്ന് വെച്ചിട്ട് നമുക്ക് അത് അടച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടും. ഈ രീതിയിൽ നമുക്ക് ആ സൈഡിലാട്ടോ ഈ സൈഡിലാട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹെയർ പിന്നും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഉറുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറില്ല. ആ ഭാഗത്തും ഞാനൊരെണ്ണം കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പേസ്റ്റ് അതേപോലെ മരുന്ന് ഓയിൽമെൻറ്റിൻ്റെയൊക്കെ കവറുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തീരുമ്പോഴത്തേനും കുറച്ച് മുകളിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ തീർന്ന ഭാഗത്ത് മടക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഈ ഹെയർ പിൻ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പേസ്റ്റ് നെക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോവില്ല. ഇതേപോലെ നമുക്ക് കുത്തി വെച്ച് കൊടുത്താൽ മതി. അതങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ 2 ഹെയർ പിന്ന് ഞാനതിനായിട്ട് കുത്തി കൊടുക്കുകയാണേ. കണ്ടോ, അപ്പോൾ ഇതേപോലെ നാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് നെക്കിയെടുക്കാം. ഇനി സ്റ്റെപ്പിലോട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡപ്പയിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് ഈ സ്ലൈഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ലൈഡിൻ്റെ ഒരു പുതുമയൊന്നും പോകാതെ തന്നെ നമുക്ക് പുത്തനായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. കണ്ടോ, എന്നിട്ടൊന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ തുരുമ്പിക്കത്തുമില്ല. അപ്പോൾ എത്ര നാൾ വേണേലും ഈ ഒരു ഹെയർ പിന്ന് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് പിന്ന് വയ്ക്കുന്ന ഡപ്പയിലാക്കി വെച്ചാൽ മതി, പൗഡറിനകത്ത് കുടഞ്ഞിട്ട്. ഇനി അടുത്ത നെക്സ്റ്റ് ടിപ്പിലോട്ട് ഇടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പുസ്തകങ്ങൾ അതേപോലെ എന്താണെങ്കിലും നമ്മൾ വായിച്ചിട്ടൊക്കെ അടയാളം വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അടയാളം വയ്ക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഒരു കഷ്ണം പേപ്പറിനകത്ത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് അടയാളം വെക്കേണ്ടത് ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളുവേ. അപ്പം നമുക്ക് എത്ര അടയാളം നമുക്ക് ബുക്ക് മറിച്ചാൽ തന്നെയും ആ അടയാളം പോവാതെ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പം പുസ്തകം ചീത്തയാവത്തുമില്ല. നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ സിബ് നമുക്ക് പൊട്ടിപ്പോയതാണെങ്കിലും അതേപോലെ കൊച്ചു സിബാണെങ്കിലും നമുക്ക് ഇതേപോലെ പെട്ടെന്ന് വലിക്കാനൊക്കെ കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒരു സ്ലൈഡ് അതിനകത്തോട്ട് കയറ്റി കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം. കണ്ടോ, ഇട്ടും കൊടുക്കാം, ഊരിയെടുക്കാം, പെട്ടെന്ന് തന്നെ തുറക്കി അടയ്ക്കുകയൊക്കെ ചെയ്യാം.